ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അവണിശ്ശേരി യൂണിറ്റ് സമ്മേളനം സൊസൈറ്റി ഹാളിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത റോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരെ ചേർക്കാൻ ശ്രമിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഭാവിയിൽ ഇന്നെ ബുദ്ധിമുട്ടുകളുണ്ട്, ആയതുകൊണ്ട് നമുക്കൊരു ക്ഷേമനിധി ഉണ്ടെങ്കിൽ മരണം വരെ നമുക്ക് എന്ത് ലഭിക്കും, ഒരു പെൻഷൻ കിട്ടും. നമ്മുടെ സംഘടന അതിന് അങ്ങനെ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സംഘടനയിൽ നിന്ന് ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റൊരു സംഘടനയിൽ ലഭിക്കാത്ത ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏത് സംഘടനയാണ് അവകാശവാദത്തിന് ആനുകൂല്യം തരുന്നത്? നമ്മുടെ സംഘടനയിൽ തന്നെ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കുടുംബശ്രീ പോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ മാസത്തിലൊരിക്കൽ നമ്മുടെ മീറ്റിംഗ് വെച്ചാൽ വരാൻ പറ്റാത്ത ആളുകൾ ആഴ്ചയിൽ ഒരു കുടുംബശ്രീ യോഗത്തിന് എല്ലാവരും പോകുന്നുണ്ട്. ആ കുടുംബശ്രീ യോഗത്തിന് പോകുമ്പോൾ നമുക്കറിയാമോ നമ്മളുടെ സംഘടനയിൽ ലഭിക്കുന്ന ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഉണ്ടോ? അങ്ങനെ കിട്ടുന്നുണ്ടോ? നമുക്ക് ചികിത്സാ ആനുകൂല്യത്തിന് കിട്ടുന്നുണ്ട് ഇല്ലേ? അവകാശ മരണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആനുകൂല്യം, ഇതൊക്കെ നേടിത്തരുന്നതാണ് നമ്മുടെ സംഘടന. തന്നെയുമല്ല, നമുക്ക് വായ്പാ സംവിധാനമാണ് നമ്മുടെ സംഘടനയിൽ. സുതാര്യമായിട്ടുള്ള വായ്പാ സംവിധാനമാണ് നമുക്ക് തരുന്നത്. ഇതും മറ്റു സംഘടനകളിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം പറഞ്ഞു വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പുതിയ മെമ്പർമാരെ ചേർത്തിക്കൊണ്ടുവരാൻ. പക്ഷെ നമ്മുടെ SHGകളിൽ കാണുന്ന ഒരു പ്രവണതയുണ്ട്. 16 മെമ്പർമാർ എൻ്റെ SHGയിലുണ്ട്. ഞങ്ങൾ നല്ല രീതിയിലാണ് സംഘം നടത്തിപ്പോകുന്നത്. ഇനി ഒരൊറ്റ മെമ്പർമാർ ഞങ്ങളുടെ സംഘത്തിലേക്ക് വരണ്ട, അതുകൊണ്ട് ഞങ്ങളുടെ സംഘത്തിൽ ആരും ചേർക്കുന്നില്ല. അതായിരിക്കും ചിലർ പറയും. 20 മെമ്പർമാർ എൻ്റെ SHGയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി പുതിയ ഒരാളെ ചേർക്കുന്നില്ല, കാരണം മിനിറ്റ്സിൽ 20 പേരെയാണ് കൊള്ളുള്ളൂ. അങ്ങനെയും പറയുന്ന കൺവീനർമാരുണ്ട്. പോരാ, 20 ആയാലും 21 ആയാലും 22 ആയാലും നമ്മൾ എന്ത് ചെയ്യുക, മെമ്പർമാരെ ചേർത്തി കൊണ്ടുപോരാ. ഇത് കഴിഞ്ഞ് ഇവരെ നമുക്ക് ഒരു ഗ്രൂപ്പാക്കി 10 പേരടങ്ങുന്ന ഒരു SHG ആക്കി മാറ്റണം. അവരെ സമ്പാദ്യശീലമുള്ളതാക്കി മാറ്റുക. യൂണിറ്റ് പ്രസിഡന്റ് ജയലക്ഷ്മി അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം ജയാശ്രീ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി രമേശ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സ്മിജ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ, പാറളം യൂണിറ്റ് പ്രസിഡന്റും ഏരിയ വൈസ് പ്രസിഡന്റുമായ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൺവെൻഷനിൽ വിവിധ വിഷയങ്ങളിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു.